മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, ഗുഡ് മോർണിംഗ്. ആദ്യ പ്രിയയുടെ കാതോരം ആർദ്രമായി മുഴഞ്ഞ് അവളുടെ മേലെയുള്ള ബ്ലാങ്കറ്റ് പതിയെ താഴ്ത്തി. കമിഴ്ന്ന് കിടക്കുകയായിരുന്ന പ്രിയ അവൻ്റെ പ്രണയാർദ്രമായ സ്വരം കേട്ട് ഉറക്കച്ചടവോടെ അവന് നേരെ തിരിഞ്ഞു കിടന്നു. അവൻ്റെ കൈയെടുത്ത് തൻ്റെ കവിളിനടിയിലായി വെച്ചു. ചിണുങ്ങിക്കൊണ്ട് ചരിഞ്ഞു കിടന്നതും ആദ്യ ചെറുചിരിയാലെ അവളെ തന്നെ നോക്കിയിരിപ്പാണ്. സ്ട്രൈറ്റൻ ചെയ്ത അവളുടെ നീളമുള്ള മുടിയിഴകൾ പകുതിയിലേറെ മുൻവശത്തേക്ക് വീണ് കിടപ്പുണ്ട്. തൻ്റെ രസക്കാഴ്ചയ്ക്ക് അത് ഭംഗം വരുത്തുന്നതിനാൽ അവൻ അവളുടെ മുടിയിഴകൾ പതിയെ പിന്നിലേക്ക് മാടിയൊതുക്കി വെച്ചു. അവൻ്റെ കൈവിരലുകൾ അവളുടെ മാറിനെ മെല്ലെ തഴുകിയതും അവൾ മെല്ലെ കണ്ണു തുറന്നു ആദ്യം നോക്കി. പിന്നാലെ അവൻ്റെ നോട്ടം പോകുന്ന വഴിയെ അവളുടെ കണ്ണുകൾ നീണ്ടു. താനിപ്പോൾ എങ്ങനെയാണ് അവൻ്റെ മുന്നിലുള്ളതെന്ന് ബോധ്യം വന്നതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പ്രിയയിൽ വെപ്രാളവും പരവേശവും നിറഞ്ഞു. താഴ്ത്തി വെച്ച ബ്ലാങ്കറ്റ് എടുത്ത് തൻ്റെ ദേഹം മുഴുവൻ കവർ ചെയ്ത് അവനെ തുറച്ചു നോക്കിയതും ചെറുചിരിയാലെ അവൻ അവൾക്ക് ചുണ്ടു കൂർപ്പിച്ചൊരു ഉമ്മ പുറത്ത് വിട്ടുകൊടുത്തു. ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാർഡ്രോബിനരികിലേക്ക് നടന്നു. അതിൽ നിന്നും ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും എടുത്തു അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തതും അവൾ നാണത്താൽ കണ്ണിറുക്കി അടച്ചു. ഹലോ, കഴിഞ്ഞു, ഇനി കണ്ണു തുറന്നോ? ഇന്നലെ രാത്രി എന്നെ അറ്റാക്ക് ചെയ്യാൻ നേരം ഈ നാണമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്തൊരു ഉമ്മ വെപ്പായിരുന്നോ. എനിക്ക് തന്നെ നാണം വന്നുപോയി. അവസാനം ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിലേ എൻ്റെ ചാരിത്രം തന്നെ നഷ്ടപ്പെട്ടേനെ. ഷോ, എനിക്കത് ഓർക്കാൻ പോലും വയ്യേ. ആദി ഒന്ന് പോകുന്നുണ്ടോ? അവൻ്റെ മേലേക്ക് ഒരു തലയണ എടുത്തെറിഞ്ഞുകൊണ്ട് പ്രിയ നാണത്തോടെ പറഞ്ഞു. ഞാൻ പോവാണ്. പെട്ടെന്നേ ആ ഷർട്ട് എടുത്തിടാൻ നോക്ക്. അമ്മയെങ്ങാനും ഇങ്ങോട്ട് വരണ്ട. ഞാൻ പെട്ടെന്ന് പോയി നിനക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരാം. ആദ്യപ്പോൾ നേരത്തെ എഴുന്നേറ്റോ? എപ്പോഴേ എഴുന്നേറ്റു. ഒരു ടുഗദർ ബാത്തൊക്കെയും പ്ലാൻ ഉണ്ടായിരുന്നു. നീ എഴുന്നേൽക്കുന്നത് കാണാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് കുളിച്ചു. സാരമില്ല, സമയമുണ്ടല്ലോ. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കണം. പിന്നെ ഞാൻ വന്നിട്ടേ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം. ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് മുന്നിൽ വെച്ച് ഒന്നുകൂടി താലി കെട്ടിയേക്കാം. നമ്മുടെ കല്യാണത്തിന് ഇനിയും ദിവസങ്ങൾ കിടക്കുമല്ലേ. ഇത് മറ്റാരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ ഞാൻ പോയി വരാം. അത്രയും പറഞ്ഞ ആദ്യം തൻ്റെ ഫോണും വണ്ടിയുടെ കീയും കയ്യിൽ പിടിച്ച് നടക്കാനൊരുങ്ങി. അവൻ പറഞ്ഞത് കേട്ടതും പ്രിയ ചെറുതായെന്ന് മൂളി. ആദി, ഫ്രണ്ട്സിനോടൊന്നും ഇതൊന്നും പറയല്ലേ. പിന്നെ ഹിക്കീസൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് ഹൈഡ് ചെയ്യാൻ നോക്കണേ. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത്. ഉണ്ടോന്നോ? അതേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. അതും പറഞ്ഞ് ആദ്യം ഡോറ് വരെ നടന്നു. ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഒരു 34 മതിയാവും അല്ലേ? എന്തു ആദ്യം നീ പറയണേ? മതിയാവും. അത്രയും പറഞ്ഞ് ആദ്യം ഡോറും തുറന്ന് പുറത്ത് പോയപ്പോഴാണ് അവൾക്ക് കാര്യം കത്തിയത്. അയ്യേ, അവൾ സ്വയം തലയ്ക്കൊരു കൊട്ടു കൊടുത്തു പോയി. വേഗം ഷർട്ട് എടുത്തിട്ട് ഡോർ ലോക്ക് ചെയ്ത് വാഷ്റൂമിലേക്ക് പോയി. പ്രിയയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ആദ്യം വാങ്ങിച്ചിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരുമിച്ച് പോയി വാങ്ങിക്കാം എന്ന് കരുതി ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. അതിൻ്റെ കൂടെ ഒരു ഫോണും വാങ്ങിച്ചിരുന്നു, അതും ലേറ്റസ്റ്റ് മോഡൽ ഐഫോൺ. ദേവിൻ്റെ ഒരു സാധനങ്ങളും തനിക്കിനി വേണ്ട എന്നത് അവൾക്ക് വാശിയായിരുന്നു. ആദി, ഇതിനൊക്കെ നിനക്ക് എവിടെന്നാ ക്യാഷ്? ഇത്രയും വിലപിടിപ്പുള്ള ഫോണൊന്നും വേണ്ടിയിരുന്നില്ല. നിനക്ക് മാത്രമല്ല പണക്കാരനായ അച്ഛനുള്ളത്, എനിക്കുണ്ട്. അങ്ങേരെ മന്ത്ലി നല്ലൊരു എമൗണ്ട് എനിക്ക് ദൂർത്തടിക്കാനായി എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. എന്ത് നല്ല അച്ഛനല്ലേ. പാവം എൻ്റെ അച്ഛൻ. പക്ഷേ ഞാൻ ഇത്ര ഈഗോ ഉള്ള മകനായതുകൊണ്ടേ ആ പണം ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ പിന്നെ ഒരു അത്യാവശ്യം വന്നപ്പോൾ ഉപയോഗിച്ചെന്ന് മാത്രം. ഭാവിയിൽ നമുക്കത് തിരിച്ചു കൊടുക്കാന്നേ. നീ പെട്ടെന്ന് റെഡിയാകും. ദേ ഈ സാരി ഉടുത്താൽ മതി, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. ഓണിയൻ പിങ്ക് കളർ സാരി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടവൻ പറഞ്ഞു. പ്രിയ വിടർന്ന കണ്ണാലെ അവനൊന്ന് നോക്കി. എനിക്ക് നിന്നെ സാരിയിൽ കാണണം, പ്ലീസ്. നീ പെട്ടെന്ന് റെഡിയായി വാ. ആദ്യം നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ അമ്പലം, പിന്നെ ഷോപ്പിംഗ്, പിന്നെ ഔട്ടിംഗ്. കൂടെ എൻ്റെയും നിൻ്റെയും ഫ്രണ്ട്സ് കാണും. അവർക്ക് നമ്മുടെ വക ഉച്ചക്കൊരു കിടിലൻ നോൺ വെജ് ലഞ്ച്, അതും സ്പെഷ്യൽ വൈബുള്ള ഒരു സ്ഥലത്ത് നിന്ന്. അവിടെ നിന്ന് നിന്നെയും കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം നല്ല തണുത്ത കാറ്റ് കൊള്ളണം. പിന്നെ അവിടെയുള്ള കാഴ്ചകൾ ഞാനിപ്പോൾ പറയുന്നില്ല, അവിടെ ചെന്നിട്ട് കാണാം. അത് കഴിഞ്ഞ് നമുക്കവരെ നൈസായിട്ട് ഒഴിവാക്കാം. എന്നിട്ടേ നമുക്കൊരു കുഞ്ഞ് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെയും കഴിച്ച് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി ഒരു ടുഗദർ ബാത്തും പാസ്സാക്കി. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം അത്രയും പറഞ്ഞു നിർത്തി കള്ളച്ചിരിയോടെ പ്രിയൊന്ന് നോക്കി. അത് കഴിഞ്ഞ് ബാക്കി പറ. അവന് നേരെ പുരികം പൊക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതൊന്നും ഇപ്പോൾ പറയില്ല, എന്തെങ്കിലും സസ്പെൻസ് വേണ്ടേ എന്നും പറഞ്ഞ് അവൻ അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് മുറി വിട്ടിറങ്ങി. പൂജയും മിന്നുവും നയനയും രേവതിയുടെ മുറിയിൽ അവളുടെ അരികിൽ ചെന്നിരുന്നുകൊണ്ട്
അവളുടെ പെട്ടെന്നുണ്ടായ മാറ്റത്തെക്കുറിച്ച് തിരക്കുകയാണ്. ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിയ രേവതിക്ക് നേരെ പൂജയുടെ ചോദ്യമുയർന്നു. മാഡാണോ പ്രിയയുടെ അമ്മ? അത് കേട്ടതും രേവതി ശരിക്കും ഞെട്ടുകയായിരുന്നു. പൂജ, വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാന്നാണോ? രേവതിയുടെ ശബ്ദം അവിടെ ഉയർന്നു. പറയുന്നത് തെറ്റാണെങ്കിൽ മാഡം ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങൾ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞതുമല്ല. ഇന്നലെ ദേവദത്തൻ സാറും മാമും തമ്മിൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് സംസാരിക്കുന്നത് ഞാനും ഇവളും കേട്ടിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞങ്ങൾ അവിടെ വന്നത്. ഇനോഗ്രേഷൻ പരിപാടി കഴിഞ്ഞതും മാഡം മൂഡ് ഓഫ് ആവുന്നതും സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും പിന്നീട് ഉച്ചക്ക് ആരോടും പറയാതെ ഇറങ്ങുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള സംസാരം ഞങ്ങൾ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതിൻ്റെ കൂടെ പ്രിയ ദേവ് സാറിൻ്റെ മകളാണെന്ന് കൂടിയുള്ള വെളിപ്പെടുത്തലും ഇപ്പോൾ പ്രസ് മീറ്റ് കൂടി നടന്നിരിക്കുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. മിന്നു അത്രയും പറഞ്ഞു നിർത്തി. നിങ്ങളുടെ സംശയം ശരിയാണ്. ഒരു കാലത്ത് ദേവ് എൻ്റെ എല്ലാമായിരുന്നു. തിരിച്ച് ദേവിനും അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ വിവാഹം വരെ ഉറപ്പിച്ചതാ. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വിവാഹം നടന്നില്ല. ഞങ്ങൾ എന്നേക്കുമായി പിരിഞ്ഞു. കൂടുതലൊന്നും നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കരുത്. ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഉള്ളത്. ഒരു ദിവസം ഞാൻ നിങ്ങളോട് എല്ലാം പറയാം. പിന്നെ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാം, പ്രിയയുടെ അമ്മ ഞാനല്ല. അതാരാണെന്ന് എനിക്കും അറിയില്ല. ഇതൊന്നും നിങ്ങൾ പ്രിയയോട് പറയരുത്. ദേവ് ഇന്നെന്നെ ഒരുപാട് വെറുക്കുന്നു. പ്രിയ കൂടി എന്നെ വെറുത്താൽ അതെനിക്ക് സഹിക്കില്ല. അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിച്ചത്. അവൾക്ക് ആരുമില്ലെന്നും അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സുകൊണ്ട് ഞാൻ അവളുടെ അമ്മയായി മാറുകയായിരുന്നു. ഇപ്പോൾ അവളെപ്പോലും എനിക്ക് നഷ്ടമായില്ലേ? അത്രയും പറഞ്ഞ് രേവതി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. നിങ്ങൾ എങ്ങോട്ടോ പോവാൻ വേണ്ടി റെഡിയായതല്ലേ? എന്നാൽ നിങ്ങൾ ചെല്ല്. വൈകുന്നേരം ആകുമ്പോൾ ഞാനൊന്ന് ഓക്കെ ആവും. പ്രിയയോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. രേവതി അത്രയും പറഞ്ഞതും അവർ 3 പേരും കൂടുതലൊന്നും പറയാതെ അവിടെ നിറങ്ങി. ആദ്യം വാങ്ങിച്ച ഓണിയൻ പിങ്ക് കളറിലുള്ള സെമി ക്രേപ്പ് ഡിസൈനർ സാരി ഉടുത്തു വന്ന പ്രിയയെ ആദ്യം കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ആ സാരിയിൽ അവളെ കാണാൻ അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു. മുണ്ടും ഷർട്ടും ആയിരുന്നു ആദിയുടെ വേഷം. കൊട്ടും കുരവയും വാദ്യമേളങ്ങളും ഒന്നുമില്ലാതെ ക്ഷേത്രനടയിൽ ദൈവത്തെ സാക്ഷി നിർത്തി ആദ്യ പ്രിയയുടെ കഴുത്തിൽ ഒന്നുകൂടി താലി ചാർത്തി. പിന്നീട് ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചുകൊണ്ട് ആദി അവളിലെ അവകാശം ഒന്നുകൂടി കൂട്ടിയുറപ്പിച്ചു. തിരികെ വീട്ടിൽ ചെന്നതും ആദ്യ വേഷം മാറി. ബ്ലാക്ക് ജീനും ഓണിയൻ പിങ്കിൽ ലൈൻസും വരുന്ന ഷർട്ടും ധരിച്ചു. ഷർട്ട് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ 2 ബട്ടൺസ് എന്നത്തെയും പോലെ തുറന്നു കിടപ്പുണ്ട്. ഒരു കയ്യിൽ വാച്ച്, മറു കയ്യിൽ പ്രിയ സമ്മാനിച്ച ചെയിനും. ചെയിൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് അവൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് അമ്മായിയച്ഛൻ്റെ പണം അലർജിയല്ല എന്നും പറഞ്ഞ് അവളുടെ താടി പിടിച്ചു കൊഞ്ചിച്ചു. ഡ്രസ്സിന് മാച്ചായ ഫോർമൽ ഷൂസും കൂടെ ഒരു സൺഗ്ലാസും. മൊത്തത്തിൽ കിടക്കാച്ചി ഫോർമൽ ലുക്കിലാണ് ചെക്കനുള്ളത്. പ്രിയയുടെ മൂഡ് ശരിയാക്കിയെടുക്കാനാണ് ഈ ഷോപ്പിങ്ങും ഔട്ടിങ്ങും. ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവൾ ഒന്നുകൂടി ഹാപ്പി ആവുമല്ലോ എന്നോർത്താണ് എല്ലാ അലമ്പന്മാരെയും കൂടെ കൂട്ടുന്നത്. ഇല്ലെങ്കിൽ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഒന്നിനെയും ആദ്യം വിളിക്കില്ലായിരുന്നു. ഷോപ്പിംഗ് മാളിലേക്കുള്ള ഡ്രൈവിങ്ങിനിടയിലാണ് ആദിയുടെ ഫോണിലേക്ക് ദേവിൻ്റെ കോൾ വരുന്നത്. പ്രിയ ഉള്ളതുകൊണ്ട് അവൻ അന്നേരം കോൾ എടുത്തില്ലായിരുന്നു. നേരത്തെ മുകുന്ദൻ സർ വിളിച്ചപ്പോൾ ദേവൻ്റെ നമ്പർ കൊടുത്തിരുന്നു. അയാൾ വിളിക്കുമെന്നും പറഞ്ഞിരുന്നതുമാണ്. അങ്ങനെയാണ് ദേവിൻ്റെ നമ്പർ ആദിക്ക് കിട്ടുന്നത്. ആദി, ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, എടുത്ത് സംസാരിക്കാതി. ഇല്ലെങ്കിൽ ഇങ്ങത്താ, ഞാൻ സംസാരിക്കാം. പ്രിയ ആദിക്ക് നേരെ കൈനീട്ടി. വേണ്ട, ഞാൻ പിന്നെ സംസാരിച്ചോളാം. അതിന് ഞാനൊന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ, നീ ഇവിടെ ഇറങ്ങിക്കോ. വെറുതെ അവിടെ നിന്ന് ഇവിടം വരെ നടക്കണ്ടല്ലോ എന്ന് ആദ്യം പറഞ്ഞതും പ്രിയ പുരികം ചുളിച്ച് അവനൊന്ന് നോക്കി. പെട്ടെന്ന് ഇറങ്ങി പ്രിയ, അതേ പിറകിൽ വണ്ടി ഉള്ളതാ. ആദ്യം പറഞ്ഞത് കേട്ടതും അവൾ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങി. ആദ്യം തൻ്റെ വണ്ടി അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചു. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് തിരികെ നടക്കാൻ നേരം ദേവിനെ വിളിച്ചു. അയാൾക്ക് ഇന്നൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നല്പം ബിസിയാണെന്നും നാളെ വന്നാൽ മതിയോ എന്നും ആദ്യം ചോദിച്ചതും അയാൾ മതിയെന്നും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. ആദ്യം മാളിലെ ഡ്രസ്സിംഗ് സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ പ്രിയ അവൾക്ക് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആദ്യം അവളുടെ കൂടെ ചേർന്ന് അവൾക്ക് വേണ്ടതൊക്കെ എടുത്തു. പ്രിയ, ഹൗ ഈസ് ദിസ്? ഒരു മിനി ഫ്രോക്കും കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ വരുന്ന ആദ്യെ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എങ്കിലും പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം. ആർക്കാ? നിന്റെ കൊച്ചിനാ? ആദിയുടെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞൊപ്പിച്ചു. അതെല്ലോ, നിലവിൽ എൻ്റെ കൊച്ച് നീയാണല്ലോ. ആദ്യം നീ ഇത്തിരി ഓവറാണ് കേട്ടോ. ഇന്നലെ എൻ്റെ മൈൻഡ് തീരെ ശരിയല്ലായിരുന്നു. എന്നുവെച്ചാൽ ഇനി അങ്ങനെയൊന്നും നടക്കില്ല. പ്രിയ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. പിന്നെ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇന്നാണ് നമ്മുടെ റിയൽ ഫസ്റ്റ് നൈറ്റ്.
ബാക്കി സസ്പെൻസ് കൂടി ഇന്ന് തന്നെ അങ്ങ് പൊട്ടിച്ചാലോ എന്നൊരു തോന്നൽ എനിക്കില്ലാതില്ല. ആദ്യ കള്ളച്ചിരിയോടെ അതും പറഞ്ഞു. ആ ഡ്രസ്സും കൂടി പാക്ക് ചെയ്യാൻ പറഞ്ഞു ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നു. അവൻ്റെ ആ പറച്ചിലും ചിരിയൊക്കെ കണ്ട് പ്രിയ ഉമിനീരിറക്കി അവന് പിന്നാലെ ചെന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി. ആദ്യ പറഞ്ഞ സ്പോട്ടിൽ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യയും പ്രിയയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരും അവരെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. ആദിയുടെയും പ്രിയയുടെയും കോസ്റ്റ്യൂം കണ്ടതും എല്ലാവരും കൂടി ഒന്ന് നോക്കിപ്പോയി. അല്ല, ശരിക്കും നിങ്ങൾ വല്ല ഫോട്ടോഷൂട്ടിന് പോവുകയാണോ? ഗോകുലിൻ്റെ ചോദ്യം കേട്ടതും ആദ്യം അവനെ നോക്കി പേടിപ്പിച്ചു. അല്ല, കോലം കണ്ട് ചോദിച്ചു പോയതാ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചെറുതായി ഒന്നുകൂടി കല്യാണം കഴിച്ചു. അമ്പലത്തിൽ വെച്ച് ഒന്നുകൂടി താലി കെട്ടി. അതിൻ്റെ ഭാഗമാണിതൊക്കെ. എൻ്റേതല്ല, ഞാൻ വീട്ടിൽ പോയി ചേഞ്ച് ചെയ്തു. ഇവൾ പിന്നെ മാറാൻ നിന്നില്ല. ആദ്യം എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പടച്ചോനെ, നിങ്ങൾക്ക് ഇത് തന്നെയാ പണി? 2 മാസത്തിനിടെ 2 കല്യാണം. ഞങ്ങളൊക്കെ സിംഗിളായി നടക്കുമ്പോൾ നീ ഇങ്ങനെ മാസം മാസം കല്യാണം കഴിച്ച് സുഖിക്കുവല്ലേ? നീ വന്നാൽ ചോദിക്കട്ടെ. ഷെബി അതും പറഞ്ഞ് ആദ്യം വലിച്ചോണ്ട് പോയതും പ്രിയയുടെ മുഖത്തെ പതർച്ചയും പരവേശവും കൂടെയുള്ള 3 പേര് ശ്രദ്ധിച്ചിരുന്നു. എന്താ മോളെ നിനക്കൊരു ടെൻഷൻ പോലെ? ടെൻഷനോ? എനിക്കോ? എനിക്കെന്ത് ടെൻഷൻ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? രേവതി മാം സുഖമായിരിക്കുന്നോ? ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് മാമിനെ ഒന്ന് കാണണം. മിന്നുവിൻ്റെ ചോദ്യം കേട്ട് പ്രിയ വിഷയം മാറ്റി തുടങ്ങി. മാം ഓക്കെയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് നൈറ്റ്? പൂജയുടെ ചോദ്യം കേട്ടതും പ്രിയ ഒന്ന് പതറി. എങ്കിലും പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനതിന് ആദിയുടെ കൂടെ അല്ലല്ലോ കിടന്നത്, നന്ദിനി മാമിൻ്റെ കൂടെ അല്ലേ എന്നും പറഞ്ഞ് അവരിൽ നിന്ന് മെല്ലെ മുഖം വെട്ടിച്ചു നിന്നതും മിന്നു പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ, ആ മുടിയൊക്കെ അഴിച്ചിട്ടെ കഴുത്തിലെയും പിൻകഴുത്തിലെയും ഹെക്കീസൊക്കെ കവർ ചെയ്യേണ്ട മോളെ. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം ചമ്മിയ ചിരി പാസ്സാക്കിക്കൊണ്ട് ചോദിച്ചു, ശരിക്കും കാണുന്നുണ്ടോ? പിന്നല്ലാതെ, ആദ്യേട്ടന് നല്ല കൺട്രോൾ ആണല്ലേ. അതും പറഞ്ഞ് പൂജ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ 4 പേരും തിരിച്ചു വന്നു. പ്രിയക്കാണെങ്കിൽ അവരാദ്യെ കുത്തി കുത്തി ഓരോന്ന് ചോദിച്ച് പറയിപ്പിച്ച് കാണുമല്ലോ എന്നുള്ള ചമ്മലിൽ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കാൻ പറ്റാതെയായി. മിന്നുവിൻ്റെയും പൂജയുടെയും നയനയുടെയും ബാക്കിയുള്ള നോട്ടവും ചിരിയും കണ്ട് ആദ്യ പ്രിയെ കണ്ണുരുട്ടി നോക്കി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന പോലെ അവൾ അവനെ ദയനീയമായി നോക്കി. അവിടുന്ന് 2 കാറിലായിട്ടാണ് അവർ യാത്ര തിരിച്ചത്. ആദ്യയുടെ കാറിൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഷെബിയാണുള്ളത്. പിറകിൽ മിന്നുവും പ്രിയയും. ശ്യാമിൻ്റെ കൂടെ ഗോകുലും പൂജയും നയനയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോഴും ശ്യാം മിററിൽ കൂടി പിന്നിലുള്ള പൂജയെ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു. അകലെ വെള്ളിമേഘങ്ങൾ ഓമനിക്കുന്ന മലനിരകൾ, താഴെ പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടങ്ങൾക്ക് കാവലെന്നോണം കേരവൃക്ഷങ്ങൾ, മനസ്സും ശരീരവും ഒരുപോലെ തഴുകി നീങ്ങുന്ന തണുത്ത കാറ്റും, പുൽമേടുകളും അരുവികളും കൈത്തോടുകളും ഇല്ലിവേലി കെട്ടിയ ചെറുകുടിലുകളും, പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ വഴിയോര കാഴ്ചകൾ ആസ്വദിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവരെത്തി നിന്നത് ഒരു കായലോരത്തും. പ്രകൃതി സൗന്ദര്യം അടുത്ത് കാണാനും ആസ്വദിക്കാനും പറ്റിയ വശ്യമനോഹരമായ കായൽ പരപ്പ്. വണ്ടിയിൽ നിന്നിറങ്ങിയതും എല്ലാവരുടെയും മനസ്സും ശരീരവും തണുപ്പിച്ചുകൊണ്ട് നേർത്ത ഇളം തെന്നൽ അവരെ വരവേറ്റു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള വിഭവസമൃദ്ധമായ കായൽ ഭക്ഷണം അവർ ആസ്വദിച്ചു കഴിച്ചു. സിംഗിളായ ഞങ്ങളുള്ളപ്പോൾ നീ ഒറ്റക്കങ്ങനെ പ്രണയിച്ച് നടക്കണ്ട എന്നും പറഞ്ഞു ഇണക്കുരുവികൾക്കിടയിൽ എല്ലാവരും കൂടി കട്ടുറുമ്പുകളായി നിന്നപ്പോൾ കണ്ണിലൂടെ പ്രണയം കൈമാറുന്ന കള്ളക്കുരുവികളെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഗോകുൽ ശ്രദ്ധിച്ചിരുന്നു. കായലിൻ്റെ ഭംഗി തൊട്ടറിയാനെന്ന പോലെ നാടൻ വള്ളത്തിലൂടെയുള്ള യാത്രയ്ക്ക് വേണ്ടി വള്ളത്തിൽ കയറാൻ നേരാണ് പൂജ പേടിച്ച് മാറി നിന്നത്. പുള്ളിക്കാരിക്ക് വെള്ളം കാണുമ്പോൾ തല കറങ്ങി വീഴുമെന്നൊരു പേടി. ഇനിയിപ്പോൾ വള്ളം എങ്ങാനും മുങ്ങിപ്പോയാൽ നീന്താനും അറിയില്ലെന്ന്. അതിനാൽ അവൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞതും അവൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ എല്ലാവർക്കും ഒരു മടി. ആ സമയത്ത് ശ്യാമിൻ്റെ മനസ്സിൽ എട്ടുപൊട്ടി. എന്നാ നിങ്ങൾ പോയിക്കോ, പൂജയ്ക്കേ ഞാൻ കമ്പനി കൊടുത്തോളാം എന്നും പറഞ്ഞുള്ള ശ്യാമിൻ്റെ ആ നല്ല മനസ്സ് പൂജ കണ്ടില്ലെങ്കിലും ബാക്കി എല്ലാവരും കണ്ടിരുന്നു. വള്ളം മെല്ലെ നീങ്ങി തുടങ്ങിയതും അലസമായ കാറ്റിനെ പുണർന്നുകൊണ്ട് ആദിയും പ്രിയയും ജാക്കും റോസുമായി മാറി. ചാഞ്ഞു കിടക്കുന്ന തെങ്ങുകളും വിശാലമായ തെങ്ങിൻ തോപ്പുകളും തീർക്കുന്ന സുന്ദര ദൃശ്യം ആസ്വദിച്ചു ഇരുവരും അവരുടേതായ ലോകത്തായിരുന്നു. ബാക്കിയുള്ളവർ അവരെ ശ്രദ്ധിച്ചതേയില്ല. ഗോകുൽ തൻ്റെ കയ്യിലെ ക്യാമറയിൽ കായലിലെ കണ്ണഞ്ചിപ്പിക്കും കാഴ്ചകൾ പകർത്തുന്നതിനോടൊപ്പം നാടൻ വള്ളത്തിലെ നാടൻ ജാക്കിനെയും റോസിനെയും കൂടി പകർത്താൻ മറന്നില്ല. ആദി, എന്ത് രസാല ഇതൊക്കെ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. 2 കൈയും നീട്ടി കാറ്റിനെ വരവേറ്റുകൊണ്ട് പ്രിയ പറഞ്ഞു. ഇന്നലെ ഇതിനേക്കാളും മനോഹരമായ കാഴ്ചകൾ കണ്ടതുകൊണ്ടാവാം
എനിക്കെന്തോ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല. അവളുടെ കാതോരം ചുണ്ടമർത്തിക്കൊണ്ട് അവനത് പറഞ്ഞത് പിന്നാലെ അവൻ്റെ കൈകൾ അവളുടെ സാരിക്കിടയിലൂടെ അരിച്ചിറങ്ങി അവളുടെ വയറിനെ തഴുകാൻ തുടങ്ങിയതും അവൾ അവനെ തലചരിച്ച് മെല്ലെ നോക്കി. ആദി, അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഡോണ്ട് വറി മൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, അവർക്ക് എൻ്റെ ബാക്ക് മാത്രമേ കാണുള്ളൂ. അത്രയും പറഞ്ഞ് ആദ്യം അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു. ഇരുവരും ആസ്വദിച്ച് ചുംബിക്കുകയാണ്. അതെ, ലോക്കൽ ജാക്ക് ആൻഡ് റോസ് രണ്ടും കൂടി ഈ വള്ളം മുക്കി ഞങ്ങളെ കൊല്ലുമോ? ഞങ്ങൾക്കും ഇത്ര ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടേ. ഇതിനു വേണ്ടിയായിരുന്നേ ഞങ്ങൾ എന്തിനു വിളിച്ചു? നിങ്ങൾ രണ്ടും കൂടി അങ്ങ് പോന്നാ പോരായിരുന്നില്ലേ? ഞങ്ങളെപ്പോലുള്ള സിംഗിൾസിൻ്റെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും പോരാ, ഉമ്മ വെച്ച് കളിക്കുന്നോ? വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഷെബിയുടെ ശബ്ദം കേട്ടതും ഇരുവരും ചുണ്ടുകൾ മോചിപ്പിച്ചുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. അവർ പിന്നെയും തൊട്ടും തലോടിയും ഉമ്മ വെച്ചും കൊണ്ട് കായൽ കാഴ്ചകളിൽ കണ്ണു നട്ടിരുന്നു. കായലിനിടയിലെ വയലിറമ്പിലൂടെയുള്ള അലസമായ നടത്തത്തിനിടയിൽ ശ്യാമിൻ്റെ കൈവിരലുകൾ പൂജയുടെ കൈവിരലുകളെ തൊട്ടുരുമുന്നുണ്ടായിരുന്നു. വൈകാതെ അവനൊന്നും അറിയാത്ത പോലെ അവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചതും പൂജ തലചരിച്ചു അവനൊന്ന് നോക്കി. അവനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അവളുടെ കൈയും പിടിച്ചു നടക്കുകയാണ്. ആ നിമിഷം പൂജ തൻ്റെ മറുകൈയാലെ അവൻ്റെ കൈത്തണ്ടയിൽ ചേർത്ത് പിടിച്ചിരുന്നു. ഇരുവരും നടത്തം തുടർന്നു. എൻ്റെ കർച്ചീഫ് എന്തിയെ? വീട്ടിൽ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുവാണോ? ശ്യാമിൻ്റെ ചോദ്യം കേട്ട് പൂജ അവനെ നോക്കി. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ എന്നുകൂടി അവൾ ചിന്തിക്കാതിരുന്നില്ല. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടാ ഞാൻ അറിയില്ലെന്ന് കരുതിയോ? എങ്കിലും ഞാൻ അന്നേരം ഒന്നും അറിയാത്ത പോലെ മിണ്ടാതിരുന്നു. നിന്റെ ഉള്ളിലിരിപ്പ് അറിയണമല്ലോ. മിസ് ചെയ്ത ആളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉരുണ്ട് കളി. പിന്നീട് ഞാൻ മുഖം കഴുകി തുടക്കാൻ നേരാണ് നീ എടുത്തത് കർച്ചീഫാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം പ്രിയവും തമ്മിൽ ഒരുമിച്ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിന്നിൽ നിന്നും എനിക്ക് നേരെ പാറി വീഴുന്ന ആ നോട്ടങ്ങൾ, അത് മതിയായിരുന്നു നിനക്ക് മിസ് ചെയ്യുന്ന ആളെ മനസ്സിലാക്കാൻ. യൂണിയൻ ഇനോഗ്രേഷൻ ഡേയിൽ സാരി ഉടുത്തു വന്ന നീ എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിച്ചതും അതിനുവേണ്ടി പലതവണ എൻ്റെ മുന്നിലൂടെ വട്ടം ചുറ്റി നടന്നതും കണ്ട് ഞാൻ ചിരി അടക്കി പിടിച്ച് നിൽപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് നിന്നെ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. ശ്യാം പറഞ്ഞതൊക്കെ കേട്ടതും പൂജ അവനെ കൂർപ്പിച്ചു നോക്കി. എന്തായാലും ആ വിഷമം നമുക്ക് ഇന്ന് മാറ്റിയേക്കാം, വാ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് ശ്യാം അവളെയും കൊണ്ട് ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടത്ത് പോയിരുന്നു. വള്ളത്തിൽ പോയവർ മടങ്ങി വരും വരെ ഇരുവരുടെയും സംസാരം തുടർന്നു. അവർ മടങ്ങി വരാൻ സമയമായതും ശ്യാം എഴുന്നേറ്റു. പൂജയ്ക്ക് നേരെ തൻ്റെ കൈ നീട്ടിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേറ്റു. ഇരുവരും കൈകൾ ചേർത്ത് പിടിച്ചു തിരികെ നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പ് വരുത്തിക്കൊണ്ട് ശ്യാം അവളുടെ കവളിൽ ചുണ്ടമർത്തിയതും പൂജ കണ്ണും തള്ളി അവനെ നോക്കിയിരിപ്പാണ്. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരേ സ്വഭാവക്കാരാണല്ലേ? എല്ലാവരും ഇക്കാര്യത്തിൽ ഭയങ്കര ഫാസ്റ്റാണ്. ഒരു ഐ ലവ് യു പോലും പറഞ്ഞിട്ടില്ല, അതിനു മുന്നേ ചാടിക്കയറി ഉമ്മ വെച്ചിരിക്കുന്നു. പൂജ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഷോ, അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം എന്താ സംസാരിച്ചത്? അതെന്നോടാ ചോദിക്കുന്നേ? ഇയാൾ എന്നല്ലേ ഇത്രയും നേരം വളവളാ സംസാരിച്ചത്? ഞാനെല്ലാം കേട്ടിരുന്നു, അത്ര തന്നെ. പൂജ പറഞ്ഞത് കേട്ടതും ശ്യാം കണ്ണുരുട്ടി അവളെ നോക്കി. എനിക്കിപ്പോൾ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അവളുടെ മറ്റേ കവളിൽ കൂടി ചുണ്ടമർത്തി കൂടെ ചുണ്ടിൽ ചെറുതായി ഒന്ന് മുത്തിക്കൊണ്ട് ഒരു ഐ ലവ് യു കൂടി പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ മുന്നോട്ട് നടന്നു. അതോടെ പൂജയുടെ കിളികൾ മൊത്തം പറന്നു പോയിരുന്നു. അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി. ആ സമയം കൊണ്ട് ശ്യാം നടന്നു മുന്നോട്ടെത്തിയിരുന്നു. ശ്യാം ഒന്ന് തിരിഞ്ഞു നോക്കിയതും പൂജ ചുണ്ടും പൊത്തിപ്പിടിച്ച് അവിടെ തന്നെ നിൽപ്പാണ്.